ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അറബിക് ഒരു കട നല്ല ഫേമസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രൈഡ് ഐസ്ക്രീം കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതേ ഫ്രൈഡ് ഐസ്ക്രീം കൊണ്ടുവന്നു. ഒരു എന്താ പറയുക, കബാബ് മോഡൽ, അതല്ല നഗറ്റ്സ് മോഡലാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിന് 2 ഡിപ്പ് കൂടെ വരുന്നുണ്ട്. ആക്ച്വലി ഇത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. കിടലിനായിരുന്നു. ഒരെണ്ണം ന്യൂട്ടലിലാണ്, ഒരെണ്ണം ബിസ്ക്കറ്റ് ടൈപ്പ് സംഭവമാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലൊരു സംഭവം മേടിച്ചു. ഒരു പുഡിങ് ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. താഴെ ബ്രെഡും അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെയും അതിൻ്റെ മുകളിൽ നട്ട്സും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അധികം കഴിക്കാൻ പറ്റില്ലല്ലോ, കുട്ടികൾക്കൊക്കെ തൊണ്ടയിൽ പണിയാവും. ഇത് തന്നെ മേടിച്ചത് സത്യം പറഞ്ഞാൽ ചൂടുകാലം ആയതുകൊണ്ടാണ്. ഇത് കുറേ നാളായി ആഗ്രഹിക്കണു. പക്ഷേ തണുപ്പ് കഴിക്കുമ്പോൾ അത് ഇത്തിരിയും കൂടിയും കൂടുതലേ. ഒന്നാമത് തണുപ്പ് കാലത്ത് ഭയങ്കര അസുഖത്തിൻ്റെ ഒരാൾക്ക് കഴിഞ്ഞ ഒരാൾക്ക് എന്നിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ടോയ് ഷോപ്പിൽ പോയിട്ടോ. ചുമ്മാ കുട്ടികൾക്കൊന്ന് കാണിക്കാനും അങ്ങനെ എന്താ പറയുക, അഫോർഡബിൾ ആണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. കാര്യം അങ്ങനെ മേടിക്കാൻ വേണ്ടി പോയതല്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി. ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലി സംഭവങ്ങളാണ്, പക്ഷെ നമ്മളങ്ങനെ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഇവിടെ നല്ല വലിയ ടൈപ്പ് ടോയ്സ് ഉണ്ട്. നല്ല വെച്ചാൽ വലിയ കുട്ടികൾക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. പല കളറിൽ പല വെറൈറ്റി ഷേപ്പുകളിൽ അങ്ങനെയായിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ വേറൊരു തരം വണ്ടി പോലത്തെ സംഭവം ഒക്കെ നല്ല ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ടൈപ്പ് ടോയ്സ് കണ്ടപ്പോൾ കുഞ്ഞുമോൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. വാ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമായിരുന്നു. അവളെ സംബന്ധിച്ച് എല്ലാ ടോയ്സും ഇഷ്ടമാണ്. ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടോയ്സ് ഉള്ള കാരണം കൊണ്ട് തന്നെ എല്ലാം കണ്ടിട്ടുമുണ്ട്, എല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ ടി വിയിൽ വെക്കണത് കൊണ്ട് തന്നെ കൊക്കോമെലണും അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളും ഇഷ്ടമാണ്. മോനോടെ സ്പൈഡർമാൻ വെച്ച് കാണാറുണ്ട്, അപ്പോൾ അതും അറിയാം. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ അവിടെ ചെന്ന് നിൽക്കലും നമുക്ക് വിളിച്ച് കാണിച്ചു തരലും. ഞങ്ങളിതുവരെ കുഞ്ഞുമോളെ കൊണ്ട് അങ്ങനെ ലുലുവിലേക്ക് പോകുന്നല്ലാതെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പ്രത്യേകിച്ച് ടോയ്സ് ഏരിയയിലേക്ക് പിള്ളേരെ കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പോകലില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, പുതിയൊരു അനുഭവം തന്നെയായി കേട്ടോ. പിള്ളേർ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും ഒക്കെ ഫോട്ടോ എടുക്കലായിരുന്നു. ഒരു രസമല്ലേ ഇത് കണ്ടോ. ശരിക്കും കുട്ടികൾക്ക് റിയലായിട്ട് കുക്ക് ചെയ്യണ പോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്, അവരുടെ ഹൈറ്റിനും ഭാഗത്തിനും ഒക്കെ. പിന്നെ താഴെട്ട് ഓടിക്കണ തരം വണ്ടികൾ, അതുപോലെ തന്നെ കാറ്, പിന്നെ സൈക്കിള്, 2 വീലുള്ള മറ്റേ തരം വണ്ടി ഒക്കെ നല്ല രസമാണ്. പിന്നെ മോൾക്ക് ഇവിടെ ഇങ്ങനത്തെ 1-2 വണ്ടിയിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഓടി ചെന്നിരിക്കുക. അവൾക്ക് അറിയില്ലല്ലോ ഇവരൊക്കെ ഓടിക്കാൻ പാടുമോ ഇരിക്കാൻ പാടുമോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവൾ ഓടി ചെന്നിരിക്കുകയായിരുന്നു കണ്ടോ. എല്ലാതും പിടിച്ച് നോക്കി. ഇത് വാള് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ പടകാളി ചണ്ടിച്ചങ്ങനെ കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രമ്മും പിയാനോ ഒക്കെ ചെന്ന് തട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ മോള് ഓരോന്നെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇവള് ഓരോന്നെടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് അടുത്ത കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. കാണുമ്പോഴേക്കും കയറി ഇരിപ്പായി മൂപ്പരാൾ. എന്താ ചെയ്യേണ്ടതെന്നൊന്നുമില്ല, ഇരിക്കുക തന്നെ. കുട്ടികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമില്ലല്ലോ. പലതരത്തിലുള്ള വണ്ടികളുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ ഹൈറ്റ് ഭാഗത്തിന്. ഇപ്പോൾ ചിലർ നല്ല നീട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് സംഭവങ്ങളില്ലാത്ത കാരണം പിന്നെ അതിൻ്റെ ഒരു അതായിരുന്നു, അത് മേടിക്കായിരുന്നു ഇത് മേടിക്കായിരുന്നു അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർക്കിലേക്ക് പോയി. ഇപ്പോൾ പിന്നെ അധികം ചൂടായിട്ടില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ കുട്ടികൾക്ക് ഇത്തിരി ഇഷ്ടമാണ് ചൂടായാലും പാർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ എത്തുമ്പോഴേക്കും മോൻ അവിടെയൊക്കെ ഓടിയും കളിച്ച കാരണം എല്ലാം ക്ഷീണമായിട്ട് ഉറങ്ങിയിട്ടോ. അച്ഛന്മാരുടെ മടിയിലിരുന്ന് ഉറങ്ങി. അപ്പോൾ ഈ പാർക്കിലാണെങ്കിൽ അധികം ആൾക്കാരില്ല. മോൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ആടാൻ പറ്റി. സാധാരണ ഈ ഊഞ്ഞാലൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല.
എല്ലാവരും ഫേവറേറ്റ് ഈ ഊഞ്ഞാൽ, കുട്ടികളുടെ ആണെങ്കിലും ശരി പാരൻസിൻ്റെ ആണെങ്കിലും ശരി. അപ്പം അങ്ങനെ പാട്ട് പാടി കൊടുക്കുകയാണ്, ഞാൻ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ എന്നുള്ള പോലെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇരുട്ടാവുന്നവരെ കിടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നല്ല ലേറ്റായിട്ടാണ് ഞങ്ങളന്ന് വീട്ടിൽ കയറി. ശരിക്കും വീക്ക്ലി വൺസ് ഒന്നും ഞങ്ങളിപ്പോൾ ഇറങ്ങാറില്ല, 2-3 വീക്കൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങാറുള്ളൂ. ഒരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഹാങ് ഓവർ കുറച്ച് നാളുണ്ടാവും കുട്ടികൾക്ക്. മാത്രമല്ല ഇവിടെ വേറെ കുട്ടികളുള്ള കാരണം കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോൺലിനെസ്സോ ഒരു ബോറിങ് ഫീലോ ഒന്നുമില്ല. കുറച്ച് നാൾ കൂടുമ്പോഴാണ് അയ്യോ ഒന്ന് ഇറങ്ങായിരുന്നു എന്ന് തോന്നിപ്പോവുക സത്യം പറഞ്ഞാലും. പിന്നെ ഇപ്പോൾ പഠിക്കാനുണ്ട്, പിന്നെ പിള്ളേരുടെ തിരക്കായി. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും കണ്ടൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.